നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ മോളെ? മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അയാളെക്കാളും സ്മാർട്ടാ എന്റെ ഉണ്ണിയേട്ടൻ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എവിടെ ചെന്നാലും അയാൾക്ക് തലയെടുപ്പ് കൂടുതൽ. ഏട്ടന്റെ മുന്നില് അനിയൻ തലതാഴ്ത്തി നിൽക്കണ്ടേ മോളെ? എന്നാലും ഇത്രയും താഴാൻ പാടില്ല. പന്ത്രണ്ടാം വയസ്സില് അയാൾക്ക് ആക്സിഡന്റ് പറ്റിയതാ. അതിനുശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടി അയാൾക്ക് എങ്ങനെ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായത്? അതും ഇത്രയും കാശുള്ള ഫ്രണ്ട്സ്. കണ്ണേട്ടൻ അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ ഉള്ളവര് നല്ല ബലമുള്ള ആൾക്കാരാ. അങ്ങനെ ബലമുള്ള ആൾക്കാര് ഉണ്ണിയേട്ടനില്ലേ എന്നാ ഞാൻ ചോദിച്ചത്. അയാള് വീൽ ചെയറിൽ നിന്ന് വീണ് ഇരുന്ന് നിരങ്ങുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു. എന്നാ അതിനധികം ആയുസുണ്ടായില്ല. അതോ എന്നെ വിഷമിപ്പിച്ചോണ്ടിരിക്കുന്നേ. അയാളുടെ ആവേശം, ആ സ്മാർട്ട്നെസ്, അതെന്നെ അത്ഭുതപ്പെടുത്തുക. മറ്റുള്ളവരെ പോലെ നടക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് സ്മാർട്ട്നെസ് ഉണ്ടെന്നാ നീ പറയുന്നേ? ആ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴും അയാളുടെ ആവേശം കണ്ടില്ലേ? അതിനകത്ത് ഇരുന്നിട്ടും നമ്മൾ ചുവട് വെക്കുമ്പോ അയാളും ആസ്വദിച്ച് അതിനൊപ്പം കൂടുമായിരുന്നു. ഇതൊക്കെ നീ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കണ്ണേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? എന്റെ കാലാണിങ്ങനെ തളർന്നു പോയതെങ്കിൽ? ആ, അങ്ങനെങ്കിൽ ഏതു നേരവും വീൽ ചെയറിലിരിക്കുന്ന ഭർത്താവ് നിനക്കൊരു തീരാ ദുഃഖമായി മാറില്ലായിരുന്നോ? എന്റെ ഉണ്ണിയേട്ടാ, ഞാൻ പറയുന്നൊന്നും ഉണ്ണിയേട്ടന് മനസ്സിലാവുന്നില്ലേ? ഞാനും ലക്ഷ്മിയും എന്റെ വീട്ടിൽ ജീവിച്ചിരുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുള്ള അറിവല്ലേ ഉണ്ണിയേട്ടനുള്ളൂ. അതിനപ്പുറം ദുരിതമായിരുന്നു അവക്കവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും എന്റെ ഉണ്ണിയേട്ടന്റെ മുകളിൽ നിൽക്കുന്ന ഒരാളെ അവൾക്ക് കിട്ടിയതിന്റെ ദേഷ്യം എനിക്കുള്ളത്. അയാൾ എന്റെ ഏട്ടനാണെങ്കിലും അയാൾ ഒരർത്ഥത്തിൽ എനിക്ക് താഴെ തന്നെയാ. എങ്ങനെ? എങ്ങനെയെന്നോ? കല്യാണ മണ്ഡപത്തിൽ പോലും എനിക്കൊപ്പം എത്തണമെങ്കിൽ അയാൾ വീൽ ചെയറിലിരിക്കണം. അല്ലെങ്കിൽ എന്റെ നെഞ്ചൊപ്പം അയാൾ എത്തില്ല. കുടുംബജീവിതം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതിയ ആൾക്ക് പേരിനൊരു ഭാര്യ, അതാണ് നിന്റെ ചേച്ചി. മനസ്സിലായോ? അതിനപ്പുറം നീ ഒരു കുഞ്ഞിനെ താരാട്ടുപാട്ട് പാടുമ്പോ അത് കണ്ടു നിൽക്കാന്നല്ലാതെ, ആ കുഞ്ഞിനെ ലാളിക്കാന്നല്ലാതെ അവർക്ക് അവരുടെ സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും എടുക്കാനോ ഒന്ന് തലോടാനോ കഴിയില്ല. എന്നുവെച്ചാ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ നിന്റെ ചേച്ചി നിന്റെ മുമ്പിൽ ഒന്നും അല്ലാതെ തീരുന്ന കാഴ്ച നിനക്ക് കാണാൻ പറ്റും. അന്ന് നിന്റെ വീട്ടിൽ ജീവിച്ചതിനേക്കാളും ദയനീയമായിരിക്കും അവരുടെ ജീവിതം. അത്തരം കാഴ്ചകൾക്ക് നീ മനസ്സിൽ കാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ. എങ്ങനെയുണ്ടോ എന്റെ ഭാര്യ ഈ വേഷത്തില്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട എല്ലാം തികഞ്ഞൊരു പെണ്ണാണ് നീ. അത് പുറമേയല്ല, അകത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ പോരായ്മകൾ മാത്രമുള്ള ഒരുത്തനെ നീ എന്തുകൊണ്ട് കെട്ടിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പോരായ്മകൾ നമ്മൾ ഒന്നിക്കുന്നതിലൂടെ ഇല്ലാതാവും മോളെ. ഇപ്പൊ അവള് എന്തെടുക്കുമായിരിക്കും? ഒരു മെസ്സേജ് അയച്ചാലോ? വേണ്ട, ഒരു വിഷ്വൽസ് അയച്ചു കൊടുക്കാം. അവളുടെ മനസ്സൊന്ന് ഇളകട്ടെ.
അവളുടെ മൊബൈലിലേക്ക് അയക്കണ്ട. അത് ചിലപ്പോ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച ആ മുരടന് സംശയമാവും. അതുകൊണ്ട് അവന്റെ മൊബൈലിലോട്ട് തന്നെ അയച്ചു കൊടുക്കാം. അവൻ എന്തായാലും അവളെ ഇത് കാണിക്കാതിരിക്കില്ല. കാണട്ടെ. എന്നിട്ട് എന്റെ മുഖം അവളുടെ മനസ്സിൽ പതിക്കട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.